കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു മെറ്റൽ ഡിസൈനിലുള്ള ഫോൺ വരുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് വീഗൻ ലെതർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് പലതും കണ്ടെങ്കിലും പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മെറ്റൽ ഫോൺ, മെറ്റൽ യൂണിബോഡി ഡിസൈൻ കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. OnePlusന്റെ Nord 4. ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എവിടെയെന്ന്. ലേറ്റായി എനിക്കറിയാം, എന്നാലും ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞുതരാം നമ്മുടെ എക്സ്പീരിയൻസിൽ ഇത് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. OnePlus നമുക്ക് ഇതൊരു വലിയ ബോക്സിൽ തന്നെയാണ് അയച്ചു തന്നത് കേട്ടോ. അതിനുള്ളിൽ ഇത് ഒരു സാധാരണ ബോക്സിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. താഴത്തെ ഒരു കമ്പാർട്ട്മെന്റിൽ ബഡ്സ് 3 Proയും ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നേരെ ആദ്യം തന്നെ ഒരു കേസ്, ഡോക്യുമെന്റേഷൻ കിടക്കുന്ന ഒരു പാക്കാണ് ഉണ്ടായിരുന്നത്. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഡിസൈൻ. ഫോണിന്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അതിന് മുമ്പ് ബോക്സിൽ 100 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് കേബിൾ, ടൈപ്പ് C to ടൈപ്പ് A കേബിൾ ആണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മാറ്റി വെക്കാം. സോ ഈ കാണുന്നതാണ് ഇതിന്റെ ഡിസൈൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്ക് പാനൽ സൈഡിലേക്കും വളഞ്ഞു വരുന്നു, ഫ്രെയിമായിട്ട് മാറുകയാണ്. അതാണ് മെറ്റൽ യൂണിബോഡി ഡിസൈൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ മുകളിലെ ഭാഗം ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഗതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും കാണാം. താഴെ സിം ട്രേ, ഡുവൽ നാനോ സിം, ടൈപ്പ് C സ്പീക്കർ ഗില്ല്, ടോപ്പിൽ മൈക്രോഫോൺ, IR ബ്ലാസ്റ്റർ, സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡിൽ അലർട്ട് സ്ലൈഡറും. സോ നമ്മുടെ പതിവ് OnePlus ഫോണിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത്. 199 ഗ്രാം, ഏകദേശം 200 ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുണ്ട് ഇതിന് കേട്ടോ. എന്തായാലും കംഫർട്ടബിൾ ആയ നല്ല സുഖമുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പം ഇതിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ, ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ ആണ്, യാതൊരു വിഷയമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. ഹൈ ബ്രൈറ്റ്നസ് മോഡൊക്കെ 1100 nits വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2150 nits വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ അക്വാ ടച്ച് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ആയ കൈകൊണ്ട് ടച്ച് ചെയ്താലും യാതൊരു ഇഷ്യൂ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി നല്ലതാ. ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. സോ വിഷ്വൽ എക്സ്പീരിയൻസിൽ യാതൊരു പ്രശ്നവുമില്ല, നല്ല ഡിസ്പ്ലേ ആണ്. ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7+ Gen 3 പ്രോസസ്സറാണ്. ഇത് പറയുമ്പോൾ ഇത് 700 ആണല്ലോ എന്ന് ചിന്തിക്കേണ്ട, അത് അത്യാവശ്യം നല്ലതാണ്. 14 ലക്ഷത്തിന്റെ ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരേണ്ടതാണ് ആ ഒരു പ്രോസസ്സറിന്. ബട്ട് എന്തോ ഒപ്റ്റിമൈസേഷൻ്റെ കുറവാണെന്ന് തോന്നും. ഞാനിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആൻഡ്രോയിഡ് സ്കോർ 10 ലക്ഷം റേഞ്ചിലേ വന്നുള്ളൂ. പിന്നെ ഇതിന് പൊതുവെ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പെർഫോമൻസ് മോഡ്. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഞാനിത് ഓൾറെഡി ഹൈ പെർഫോമൻസ് മോഡ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇതിന്റെ റാം LPDDR5X റാം ആണ്. സ്റ്റോറേജ് UFS 3.1 UFS 4.0 വരുന്നുണ്ട്. UFS 3.1 വരുന്നത് 128 GB വേരിയന്റ്. ബേസ് മോഡൽ എടുക്കുമ്പോൾ 128 GB എടുക്കുമ്പോൾ അതിൽ UFS 3.1 ആണ്. ഇതിൽ UFS 4.0 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടേണ്ടതാണ്. 14 ലക്ഷം റേഞ്ചുള്ള ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം അതിന്റെ അടുത്ത് കിട്ടേണ്ടതാണ്. പക്ഷെ കിട്ടിയില്ല. ഒരു പക്ഷേ ഒപ്റ്റിമൈസേഷനിലൂടെയൊക്കെ ഇവർ ഭാവിയിൽ അപ്ഡേറ്റിലൂടെയൊക്കെ ശരിയാക്കുമോ എന്ന് എനിക്കറിയില്ല. ആക്കുമായിരിക്കാം. എന്നാലും എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഗെയിമൊക്കെ ഞാൻ കളിച്ചു നോക്കി. BGM ഒക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ കളിക്കുന്നതൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കളിക്കാം. സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ സ്കോറിന്റെ കാര്യത്തിൽ ഞാനത് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം അങ്ങനെ കണ്ടപ്പോൾ. പിന്നെ OxygenOS 14 ആണ്. ആൻഡ്രോയിഡ് 14 വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, OnePlus എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബ്ലോട്ട് വൈസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ പണ്ടുണ്ട്. അല്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇതിൽ കുറച്ച് 2-3 പരസ്യ ആപ്ലിക്കേഷനൊക്കെ കാണുന്നുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ നമുക്ക്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് ജസ്റ്റ് അൺഇൻസ്റ്റാൾ കൊടുത്താൽ അത് അൺഇൻസ്റ്റാൾ ആയി പോയി. സോ അത് വലിയ വിഷയമല്ല, എങ്കിലും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഈ ഫോണിനെ കുറിച്ച് എന്ത് അഭിപ്രായമാണോ തോന്നുന്നത്? നന്നായിട്ട് തോന്നിയെങ്കിൽ നന്നായി, അല്ലെങ്കിൽ പോരായ്മ തോന്നിയെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും അത്ര നന്നായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ആ സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. ഒരാളുടെ മാത്രം അഭിപ്രായം കേൾക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരുപാട് പേരുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാറ്ററി 5000 mAh ആണ്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഒരു ടെൻഷനും വേണ്ട. ക്യാമറ നോക്കിയാൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ആണ് വരുന്നത്. സാമ്പിളുകൾ ഇവിടെ കാണാം. അത്യാവശ്യം നന്നായിട്ടുണ്ട്. കിട്ടിയ റിസൾട്ടുകൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. വീഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രണ്ട് ക്യാമറയിൽ ഇപ്പോഴും 4K കൊടുക്കുന്നില്ല. ഇപ്പോൾ റിയൽമിയുടെ പുതിയ ഫോൺ വരാൻ പോകുന്നുണ്ട്. അതിൽ സെൽഫി ക്യാമറയിലൊക്കെ 4K അടക്കം സെറ്റായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോഴും ഫുൾ HD തന്നെ ഉള്ളൂ. ബട്ട് മെയിൻ ക്യാമറ 4K സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ സാമ്പിളൊക്കെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ ഇമേജ് ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് ഫോട്ടോ. ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന തരത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. സോ അത്യാവശ്യം ഡീസന്റ് ആയ ഒരു ഫോട്ടോസും വീഡിയോസും കിട്ടുന്നുണ്ട്. മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ 9 5G ബാൻഡുകളാണ് വരുന്നത്. NFC വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. Wi-Fi 6 വരുന്നുണ്ട്. പിന്നെ AI ഫീച്ചറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പോയുടെ Reno 12 റിവ്യൂ ചെയ്തിട്ടായിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ AI ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. AI ബെസ്റ്റ് ഫേസ് എന്ന് പറയുന്ന കണ്ണൊക്കെ അടച്ചു പോയാലും, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രൂപ്പിൽ ഒരാൾ കണ്ണടച്ചു പോയാൽ കണ്ണ് തുറന്ന് കൊടുക്കുന്ന AI ബെസ്റ്റ് ഫേസ്, AI ക്ലിയർ ഫേസ്, പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആ വോയിസ് റെക്കോർഡിനെ ടെക്സ്റ്റ് ആക്കി തരുന്ന ഓഡിയോ സമ്മറി, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംഭവം. പിന്നെ ഈ സ്മാർട്ട് സൈഡ് ബാർ, പിന്നെ പാർഷ്യൽ സ്ക്രീൻഷോട്ട് വളരെ നന്നായി ഇവരുടെ ഫോണുകളിൽ കാണുന്നത്. ഓപ്പോയിൽ ഇതിലൊക്കെ കാണുന്നത്, അതായത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് വലിച്ചാൽ ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് വരും. ഫുൾ എടുത്തിട്ട് ക്രോപ്പ് ചെയ്യാൻ നിൽക്കണ്ട. അതൊരു നല്ല സൗകര്യം ഇവർ ചെയ്തേക്കുന്നത്. ഇതിന്റെ വില ഈ പറഞ്ഞ പോലെ 8 GB റാം 128 GB സ്റ്റോറേജിന്. ആ സ്റ്റോറേജ് UFS 3.1 വരുന്ന വേരിയന്റിന് 29,990 ആണ്. കൂടിയ UFS 4.0 സ്റ്റോറേജ് ഉള്ള ആ ഒരു 256 GB വേരിയന്റ് വരുമ്പോൾ വില കൂടുതലാണ്.
8 GB RAM 256 32,990 വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നന്നായിരിക്കുന്ന ഫോൺ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ OnePlus Buds 3 Pro നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3299 രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിന് എന്തായാലും കൊള്ളാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സംഭവം. ഇത് ബോക്സ് മാത്രമല്ല, ചെവിയിൽ വെക്കുമ്പോഴും വളരെ ലൈറ്റ് വെയിറ്റുമാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫെദർ ലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ കംഫർട്ടബിൾ ആണ്. ബേസ് നല്ലോണം ഉണ്ട്, നല്ല അടിപൊളി ബേസിൽ പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ ബാറ്ററി ലൈഫും കുഴപ്പമില്ല, ഒരു 4-5 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. 3299 രൂപ എന്ന് പറയുമ്പോൾ ആ വിലയ്ക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നും കണ്ടില്ല, നന്നായിരിക്കുന്നു. OnePlusന്റെ ബഡ്സ് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല സാധനങ്ങളാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ OnePlus Nord 4 നമുക്ക് ഫീൽ ചെയ്തത്. ഒപ്പം തന്നെ Buds 3 Proയും ഫീൽ ചെയ്തത്. നമ്മുടെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.